എനിക്ക് കിട്ടിയ സ്വിച്ചറിന്റെ ഉണ്ട് കുറെ ഉണ്ട് അതെല്ലാം നമുക്ക് സ്ഥലമില്ലല്ലോ. ഒരു ചിന്ത കിച്ചന് റൂമില്ല ബെഡ്റൂമില്ല. കിച്ചുവിന്റെ ബെഡ്റൂം ഇതാണ്. കിച്ചുവിന്റെ ബെഡ്റൂം ഇതാ. ഇവിടെ ഞെട്ടാൻ സാധ്യതയുണ്ടോ? ഞെട്ടാൻ സാധ്യതയുണ്ടോ? ഞെട്ടിച്ചോ നിങ്ങൾ? ഞെട്ടിക്കങ്ങോട്ട് എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? ഞെട്ടി തരിപ്പിക്കും ഞങ്ങളെല്ലാരും. ഓൾറെഡി ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഞെട്ടി തരിച്ചിരിക്കും. ഇനി എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിയിട്ട് ഞെട്ടാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളൊന്ന് ഞെട്ടാം. പക്ഷെ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഞാൻ ഞെട്ടിച്ചിരിക്കും. അവര് പറയുന്നതാണ് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുന്ന ഉറപ്പാ. ഞെട്ടിച്ചിരിക്കും എന്ന് വെച്ചാൽ ഞെട്ടിച്ചിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടി തരിക്കും. എവിടെയെങ്കിലൊക്കെ പിടിച്ചിരുന്ന് കണ്ടോണം. പിന്നെ കണ്ടില്ല, കേട്ടില്ല, പറഞ്ഞില്ല, ചെയ്തില്ല എന്നൊന്നും പറയില്ല. അണ്ണാ എന്താ പറയാതെ ചെയ്തതെന്നൊന്നും പറയില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് ഒന്നും അയക്കല് കേട്ടല്ലേ. രേണുവിന്റെ കാര്യം പറഞ്ഞുള്ള കാര്യം പറയാം. എനിക്ക് വേറെ പരിപാടിയുണ്ട്. നീയൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഉമ്മ വന്നിട്ട് രേണുവിന്റെ കഥ ഞാൻ രേണുവിന്റെ കഥ ഇവിടെ പറയുന്നുള്ളൂ, അല്ല ഇൻസ്റ്റാഗ്രാമിൽ രേണുവിന്റെ കഥ ഒന്നും പറയാൻ പോകുന്നില്ല. പരിപാടി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആക്കല്ലോ കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. ഇവിടെ കളയുക, പോവുക, കണ്ടുക, വിടുക, അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറം ഒന്നും എടുത്ത് തല വെച്ചോണ്ട് നടക്കല്ല. ആരെ എടുത്തോണ്ട് നടക്കല്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കും ആ സംഭവം. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്റെ കയ്യിൽ നിന്നുള്ള ചെറിയ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഞാൻ അതിനകത്ത് ഇടും. അത് നിങ്ങൾക്ക് ഇച്ചിരി എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അതൊക്കെ വലിയ പ്രോത്സാഹനം ഒന്നും തന്നെ എന്നെ അലമ്പാക്കല്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത് വളരെ അൺഎക്സ്പെക്ടഡ്. പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ? എന്തുവാ വെള്ളം കുടിക്കുന്ന പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നല്ലേ? അതെ, അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് അറിയാം. അപ്പൊ അവർ ചെയ്തു തന്ന കാര്യങ്ങളും വീടും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് അറിയാം. പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ വരും ദിവസങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. സംസാര ശൈലിയിൽ നിന്നും ജീവിത ശൈലിയിൽ നിന്നും മാറ്റമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് നമുക്ക് കുറ്റം പറയാൻ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ജീവിതം മാറുമ്പോൾ സംസാരം മാറും, ശൈലി മാറും, അതൊക്കെ മാറും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം കിച്ചു വന്ന് വേറെ ഒരു വീട് വ്ളോഗ് ചെയ്തപ്പോൾ കുറെ അധികം സംഭവങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഈ വീഡിയോ വരുന്നതിന് തൊട്ടു മുമ്പേ ഇവരൊരു ഹോം ടൂർ അങ്ങ് നടത്തിയായിരുന്നു ഒരു ചാനലിൽ വന്നിട്ട്. ചാനലിനകത്തുള്ള ആളാരാന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവർ ഈ ഹോം ടൂർ നടത്തിയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ പവിഴം പവിഴം കണക്കിരിക്കുന്ന ആ വീടും പരിസരവും ആ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളും വരെ പൊടി പോലും ഇല്ലെന്ന് തൂത്ത് തുടച്ചു വെച്ചേക്കുന്നു. അപ്പൊ അതിനുശേഷമാണല്ലോ കിച്ചു എന്നത്. കിച്ചു എന്നപ്പോഴത്തേന് ബാക്ക് ടു നോർമൽ ആയി എല്ലാം കൂടെ. ഒറ്റയടിക്ക് കറങ്ങി മാറിയപ്പോൾ കിച്ചുവിന്റെ വ്ളോഗ് ആദ്യം കയറിയപ്പോൾ ഇവർക്ക് ഈ വീഡിയോ പെട്ടെന്ന് എടുത്ത് ഇടാൻ പറ്റിയില്ല. ഇട്ട് കഴിഞ്ഞാൽ അറ്റടിക്ക് നെഗറ്റീവ് ആവില്ല. അങ്ങനെ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ട്രോഫി എന്തിനാണ് കൊണ്ടുവന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ട്രോഫി മാറ്റി വെച്ചതെന്നും തുടങ്ങിയ നിങ്ങൾക്ക് സംശയമായിട്ട് നമുക്ക് അതിനകത്ത് സംശയം ഉന്നയിക്കാൻ തോന്നിയിട്ടുള്ള പല കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ആൻസർ രേണു സുധി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷം തന്ന എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടിട്ടുള്ളത് അതും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് തെറ്റേത് ശരിയേത്, ശരിയേത് തെറ്റേത്, തെറ്റേത് ശരിയേത്, അങ്ങനെ നമുക്ക് നോക്കി കണ്ട് ചിരിച്ച് തന്നെ ഈ വീഡിയോക്കകത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തതും കാര്യമായി, അവന്മാരെ ചെയ്തതും കാര്യം. അപ്പൊ ഈ കഥയില് ആദ്യത്തെ നായകനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല ചേച്ചിയോട്. വളരെ അൺഎക്സ്പെക്ടഡ്. ഇത് സത്യസന്ധമായിട്ട് പറയുന്നതാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കയറാം അല്ലേ? അതെ അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലോട്ട് കയറണം. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഈ വീഡിയോയ്ക്കകത്ത് ഒരു 4-5 വട്ടം ഇവൻ ഇത് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇവന്റെ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നാശാനെ തേൻ ഒഴുകുവാണോ പാലൊഴുകുവാണോ അത് ഇനി മറ്റേ വല്ല ഒഴുകുവാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. അത് ഇങ്ങനെ നിൽക്കും. അവനാണെങ്കിൽ ഇങ്ങനെ ഒരു നിപ്പ. അവന് എന്തൊക്കെ മയിൽപ്പീലി എടുക്കുന്നു, പശുവിന്റെ പുടുക്ക് പറിക്കുന്നു, എന്തൊക്കെയാണോ ആ വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല. ദൈവമേ, നിങ്ങളൊക്കെ ഒന്ന് ഇന്റർവ്യൂ ഒക്കെ കയറി നോക്കണം, അല്ല ഹോം ടൂറൊക്കെ നോക്കണം. അവനാണെ കിടന്ന് വെപ്രാള ആ വീട്ടിൽ. അവൻ എന്തൊക്കെ കിട്ടിയാലും അതെല്ലാം കാണിക്കണേ. അയ്യോ രേണു സുധിയുടെ അത്, രേണു സുധിയുടെ ഇത്, രേണു സുധിയുടെ അത്, രേണു സുധിയുടെ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂ എടുത്തതാ. ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ഓടി അങ്ങോട്ട് വന്നു അവരുടെ വീടൊക്കെ കാണാനായിട്ട്. വേറെ പണിക്കും എല്ലാം പോക്ക് കൂടിയിട്ടാ. വീട് കാണിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കിടന്ന് ഒലിപ്പിക്കുന്നത് എന്തിനാ? ഭയങ്കര ഒലിപ്പിനായിരുന്നറാ. ഒലിപ്പിച്ചിട്ട് കൂടിപ്പോയെന്നു പൊട്ടി ഒലിച്ചിറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. വല്ലതൊക്കെ മേടിച്ച് തടയാൻ കാണാൻ വെക്കും. ഇല്ലെങ്കിൽ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അതായത് ഇവർ ഹോം ടൂർ നടത്തി വീടിനകത്തേക്കുമ്പോൾ വേറെ ചില കുറെ സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ഡൗട്ട്ഫുൾ ഇരിക്കുന്ന കുറെ സാധനങ്ങൾ. ആ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇതാണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് കാണാം. എനിക്ക് കിട്ടിയ സ്വിച്ചറിന്റെ ഉണ്ട് കുറെ ഉണ്ട് അതെല്ലാം നമുക്ക് സ്ഥലമില്ലല്ലോ. ഇതാണല്ലേ മറ്റേ നമ്മുടെ പ്രതീക്ഷ എന്ത് പറയുന്നു ഇപ്പം? ശ്രദ്ധിച്ചേട്ടനുണ്ട്, കുറെ ഉണ്ട്. നമുക്ക് എന്തുവാ നിങ്ങൾ കേട്ടാണല്ലോ, നമുക്ക് എന്തുവാ നമുക്ക് സ്ഥലമില്ലല്ലോ അതെല്ലാം വെക്കാൻ. ചേച്ചി ഇതിന് പറ്റിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്തുവായിരുന്നു അതൊന്ന് കണ്ടു നോക്കേ. ഭാഗ്യം ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ഭാഗ്യം എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത്. അല്ലാതെ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ ചോദിച്ചാണ്ട് അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല. ഇതാണ് സംബന്ധിച്ച കുഞ്ഞു ചമ്മി നാറി അങ്ങ് ഇല്ലാതാവിപ്പോ നിമിഷമാ. ഞാൻ ഒരു കാര്യം പറയാം ചേച്ചി, നിങ്ങൾ ഈ പറയുന്ന ചാനലുകളിൽ പറയുന്ന കാര്യങ്ങള് ഗജനി സിനിമ ഒന്നെങ്കിൽ ടാറ്റു അടിച്ചു വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങളൊരു വാക്മാൻ കൈ കൊണ്ട് നടക്കണം. അതിനകത്ത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് അടുത്ത ക്യാമറയ്ക്ക് മുന്നിൽ പോകുന്നതിന് അത് കേൾക്കണം. ഇങ്ങനെ ഇരുന്ന് കേട്ട് ഓക്കെ ഞാൻ അതാണ് അവിടെ പറഞ്ഞത്. നിങ്ങളുടെ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരന്തമാണെന്നേ.
നിങ്ങൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് അത് അവിടെ മറന്നുപോയിട്ട് അവിടെ പോയിട്ട് വേറെ ഏതാ പറയുന്നത്. എന്റെ ദൈവമേ, നിങ്ങൾക്ക് ജനിപ്പിച്ച അച്ഛനെയും അമ്മയും കുടുംബക്കാരെയും കുഞ്ഞുമോനെയും കിച്ചുവിനെ അല്ലാതെ നിങ്ങൾ ബാക്കി മൊത്തം കംപ്ലീറ്റ്ലി മാറ്റി പറഞ്ഞു. മൊത്തം അത്രയും പേര് മാത്രമേ ഉള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ബാക്കി എല്ലാം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മാറ്റമായിരുന്നു. ഇപ്പൊ തന്നെ ചേട്ടനെ കുറെ കിട്ടിയിട്ടുണ്ട്, അത് വയ്ക്കാൻ സ്ഥലമില്ലല്ലോ. മറ്റേത് പറഞ്ഞത് ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ സ്പ്രോഷ് ചെയ്യണം, ഞാൻ അവിടെ അങ്ങ് വെക്കും. നല്ല തൂത്ത് തുടച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്താണ് കാണിക്കുന്നത്, ചേച്ചി എന്താണ് പറയുന്നത് എല്ലാം നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. ബാക്കി കാണാം, ട്രോഫി എങ്ങനെ കിട്ടി, എവിടെ നിന്ന് കിട്ടി, ആര് തന്നു, മറ്റേ തന്നു, മറിച്ച് തന്നു, എങ്ങനെ കൊണ്ടുവന്ന് എല്ലാം ചേച്ചി പറയുന്നുണ്ട്. കൂട്ടത്തിൽ ചാക്ക് ഞാൻ കാണിച്ചു തരുന്നു, ഉറപ്പായിട്ടും കാണിച്ചു തരും. വിളിച്ചായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇപ്പം പുതിയ വീഡിയോസ് കാര്യങ്ങൾ എന്തെങ്കിലും ഇറങ്ങാനുണ്ട്, കുറെ ഉണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ വർക്ക്. സിനിമയുണ്ട്. സിനിമ ഏതാ? ഇതെന്താ? ഇത് മോഹോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. കരിമിഴി കണ്ണാലിന്റെ അല്ലെ? ഇതും 1 മില്യൺ വ്യൂസ് ക്രോസ്. പ്രധാനമായിട്ടുള്ള ഗിഫ്റ്റ് ആണ് മന്ത്രി തന്നത്. ഓ, നമ്മുടെ എന്താ മുഹമ്മദ് റിയാസ് അല്ലേ? അത് പിന്നെ കുഴപ്പമില്ല, പുള്ളിക്കാരൻ ഓൾറെഡി കുറെ നെഗറ്റീവ് ഉണ്ട്. അതിന്റെ കൂടെ നിനക്കൊരു ട്രോഫിയും കൂടെ തന്നെന്ന് പറഞ്ഞ് വലിയ വിഷയം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് എടുത്തു വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അവിടെയാണ് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു കലാകാരന്റെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് മിസ്സായി പോകുന്നത്. ഇനി ആ മിസ്സായി പോയ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം, നമുക്കത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല ചേച്ചിയോട്, വളരെ അൺഎക്സ്പെക്ടഡ്. ഇത് സത്യസന്ധമായിട്ട് പറയുന്നതാണ്, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മേലെ ഈ വാക്ക് പറയില്ല, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി അൺഎക്സ്പെക്ടഡ് അല്ല. ആ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അവർ ഉറങ്ങി കിടന്നപ്പോൾ ചെന്നതാണ്. ഈ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കയറാം അല്ലേ? അപ്പം നേരെ നമുക്ക് രേണു ചേച്ചിയുടെ വിശാലമായ നിങ്ങൾ കണ്ടോ ആ കട്ടിലിന്റെ ഒരു ചാക്ക് ഇരിക്കുന്നത് കണ്ടോ? വിശാലമായിരിക്കുന്ന റൂമിൽ വിശാലമായിട്ടൊരു ചാക്ക് വിശാലമായി ആ കട്ടിലിന്റെ അടിയിൽ കയറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതാണ് നമ്മുടെ സുധിച്ചേട്ടന്റെ ട്രോഫികൾ. കിച്ചു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ട്രോഫി ഇങ്ങ് കൊണ്ടുവരിക. ഇനിയിപ്പോൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വിഷയമായിരിക്കും, എന്തായാലും നെഗറ്റിവിറ്റി കൂടുമെന്ന് അറിയാം. അത് എന്തെങ്കിലും വിധേന കൊറിയർ ചെയ്തെങ്കിലും മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ച് ഒരു ഷെൽഫിലെങ്ങാണ് അടുക്കി വെക്കുക. അത് നല്ല കാര്യം. പുള്ളിയെക്കുറിച്ച് ഓർമ്മിക്കാനായിട്ട് ഫോട്ടോ വെക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല കാര്യമായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിവാർഡൊക്കെ എടുത്ത് വെക്കുന്നത്. അതായിരിക്കും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം. ചാക്കി കയറ്റി വെക്കാനായിട്ട് അങ്ങേർക്ക് കിട്ടിയത് വാഴക്കൊലയൊന്നും അല്ല, ട്രോഫിയാ. മണ്ടത്തരം കാണിക്കല്, പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എല്ലാം പറഞ്ഞു വിശാലമായ റൂം. ഇത് ഇച്ചിരി അലങ്കോലപ്പെട്ട് കിടക്കുന്നതാണ്. ഓ, എല്ലാം മടക്കി വെച്ചാൽ ഞങ്ങൾ കണ്ടാ ചേച്ചി നിങ്ങൾ എന്തോ മടക്കി വെച്ചെന്ന് എല്ലാം നമ്മൾ കണ്ടതാ, മൊത്തം നമ്മൾ കണ്ടതാ. കിച്ചു സർപ്രൈസ് ആയിട്ട് വന്നപ്പോഴത്തേന് ഇത്രയും വലിയൊരു സർപ്രൈസ് അവിടെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അതും നല്ല കാര്യം. ഇനി അടുത്തൊരു ഭാഗം ഞാൻ കാണിച്ചിട്ട്, അതായത് വ്യക്തമായിട്ട് കിച്ചുവിന്റെ റൂം അത് നമുക്കൊന്ന് കാണാം. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത. കിച്ചുവിന് റൂമില്ല, ബെഡ്റൂമില്ല. കിച്ചുവിന്റെ ബെഡ്റൂം ഇതാണ്. കിച്ചുവിന്റെ ബെഡ്റൂം ഇതാ. ഇവിടെ രണ്ട് ഋതപ്പനും ചിലപ്പോ ഇവിടെ ആയിരിക്കും അല്ലേ? ഇടയ്ക്ക് അവരെല്ലാവരും കൂടി ചേട്ടനും കിടക്കട്ടെ സന്തോഷത്തിൽ. അവന്റെ കൂട്ടുകാരനും ചിലപ്പം കാണും. കൂട്ടുകാരനാരാ? കിച്ചുവിന്റെ റൂം. കിച്ചു ആ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് അവൻ സത്യം പറഞ്ഞാൽ മറ്റേ കോട്ട റെയിൽവേ സ്റ്റേഷനിലും കണ്ടു പോയി നിൽക്കുന്നതാണ് അവിടെ നിന്നത്. അവന്റെ റൂം ഏതാ, അവന്റെ മുറി ഏതാ, അവനെവിടെ നിൽക്കണം, അവനവിടെ ഇരിക്കണം. അവന്റെ കൂട്ടുകാരനാണെങ്കിൽ തലയും കുനിച്ച് സോഫയിൽ ഇരിക്കുമായിരുന്നു അവിടെ. എന്താണ് കിച്ചു വന്നു കഴിഞ്ഞാൽ ആ റൂമിലാണ്. അതുവരെ ആ റൂമിൽ ആരും കയറത്തില്ലായിരിക്കും. നമ്മൾ കണ്ട അവിടെ ആരൊക്കെ ഇങ്ങനെ മലന്ന് കിടക്കുന്നത്, എങ്ങനെ പോകുന്നു അങ്ങ് ഇതിലേ കൂടെ ഒക്കെ ആൾക്കാർ പോകുന്നു. അതിലത്തെ വെള്ളം ചേട്ടൻ കുപ്പിയും വെള്ളവും അല്ല കുടമൊക്കെ എടുത്തോണ്ട് ഇതിലേ കൂടെ ഓടി പോകുന്നു. എവിടെ പോകുന്നില്ല, അത് വെള്ളം എടുത്തോണ്ട് പോയതാണ് അല്ലേ? ആ രീതിയിൽ അവിടെ എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു എത്ര പേരാ ഓടിപ്പോയെന്ന് അതിലേ കൂടെ ഒക്കെ. സമൂഹഗാനം പാടാനുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. അവൻ ഇപ്പൊ തോന്നുന്നു എനിക്ക് ഈ വ്ലോഗ് ചെയ്യുമ്പോ അവന്റെ കൂടെ ഉള്ള കൂട്ടുകാരൻ അതല്ലേ ആ കൂട്ടുകാരനല്ലേ? എന്ത് പറയുന്നവൻ? അവൻ എന്താ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞ ചിലപ്പോ ഈ ആഴ്ച വരും അമ്മ, തിരക്കായോണ്ടാണ്. ഇതായിരുന്നു സംഭവം. ഈ ആഴ്ച വഴി വന്നു. അത് പറഞ്ഞില്ല എപ്പോഴാ വരുമെന്നുള്ളത്. എന്തൊരു പണിയാടാ കാണിച്ചത്. പറഞ്ഞിട്ടൊക്കെ പോണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അമളി പറ്റിയവർക്ക്. ഞാനൊന്ന് സർപ്രൈസ് ആയിട്ട് കിച്ചുവിനെ കൊണ്ടുവരാൻ ഒരു ശ്രമമൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ അത് വിജയിച്ചു. അവൻ വിജയിക്കത്തില്ല. അവൻ ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ എങ്ങനെങ്കിലും സ്കിപ്പ് അടിച്ച് അവന്റെ ജീവിതം നോക്കി പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ വരും സർപ്രൈസ് നോക്കിയിരുന്നാൽ മതി. വല്ല കാര്യമുണ്ടോ എന്തോ നടക്കട്ടെ. എന്തായാലും അടുത്തൊരു ഭാഗം. ഇനി ഇവരുടെ കൃത്യമായിട്ടുള്ള ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. ഈ വ്യക്തമായ സുധി എന്ന് പറയുന്ന വ്യക്തിയെ വെച്ചുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ്. അതായത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 3 തവണ കാണും. നമുക്ക് എപ്പോൾ ഡൗൺ ആവും തോന്നുന്നു അപ്പോഴായിരിക്കും ഈ മാർക്കറ്റിന്റെ ഒരു വലിയ സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. മാർക്കറ്റിംഗ് ഇതാണല്ലേ ലാസ്റ്റ് കൊണ്ടുപോയ ബാഗ് അല്ലേ? മെയിൻ ആയിട്ട് അതിനകത്ത് വെച്ചേക്കുന്നത് ബ്ലഡ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്.
ലാസ്റ്റ് പോയില്ലേ? ഐഫോൺ 16 Pro Max മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുക. അവർ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, റിവ്യൂയിങ്. എന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് അതിന്റെ പൗച്ച്, അതിന്റെ സ്ക്രീൻ ഗ്ലാസ്, അതിന്റെ ചാർജർ, മാങ്ങ തൊലി ഇപ്പൊ കാണിക്കും. ഡ്രസ് ചേട്ടാ തലേന്നിട്ട ഡ്രസ് ഇതല്ല പെർഫ്യൂം ഉണ്ടാക്കിയത്. ഇത് തലേന്ന് എന്റെ കൂടെ ഉറങ്ങി എഴുന്നേറ്റ് പോയില്ല. ഈ ഡ്രസ് ഇതുവരെ ഈ കയ്യില് ഈ ഡ്രസ് കഴുകിയിട്ടില്ല. അങ്ങനെ തന്നെ വെച്ചിരിക്കുക അല്ലേ? കാരണം തലേന്ന് മുഴുവൻ എന്റെ കൂടെ ഇട്ടോണ്ട് നടന്ന ഡ്രസ്സാണിത്. കഴുകിയിട്ടില്ല. ഈ ഇതിൽ നിന്നായിരിക്കും ആ സ്പ്രേ അല്ല. ചേച്ചി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം കണ്ടപ്പോഴത്തേക്ക് വളരെ എക്സൈറ്റോട് കൂടി തന്നെ കണ്ട് അത്യാവശ്യം വിഷമത്തോടു കൂടി കണ്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇത്. കണ്ടിന്യൂസ്ലി ഇത് തന്നെ പല പല ചാനലുകൾ ഇത് തന്നെ റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേക്കും ഇത് വ്യക്തമായ മാർക്കറ്റിംഗ് ആണെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങൾ പല ഇന്റർവ്യൂവിലും വന്നിരുന്നിട്ട് ഈ മരിച്ചുപോയ വ്യക്തിക്ക് യാതൊരു വിലയും കൊടുക്കാതെ പല പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുമാണ് ഇത്തരത്തിൽ ഇപ്പൊ എന്നെ ഇതുപോലെ പറയാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പോയില്ല ലാസ്റ്റ്. അതല്ല ലാസ്റ്റ് ഡ്രസ്. ഇത് തലേന്ന് രാത്രി ഉറങ്ങിയിട്ട് ഞായറാഴ്ച വൈകിട്ട് ഉറങ്ങി, തിങ്കളാഴ്ച അല്ല ശനിയാഴ്ച വൈകിട്ട് ഉറങ്ങി, ഞായറാഴ്ച വെളുപ്പിന് ഇവിടുന്ന് പോയില്ലേ പ്രോഗ്രാം അവസാനം പോകുന്നത്. അപ്പൊ ഈ തലേന്നിട്ട ഡ്രസ് ഉറങ്ങിയില്ല, എന്റെ കൂടെ ഉറങ്ങിയപ്പോ ഇട്ട ഡ്രസ്. സെന്റി ഐറ്റം അല്ലേ ഇത്? നമുക്ക് വേണ്ടത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടത് നമുക്ക് സ്കിപ്പ് അടിച്ചേക്കാം. കാരണം ഇവരുടെ മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ മാർക്കറ്റിംഗിനകത്തുള്ള ഹിഡൻ അജണ്ട എന്തുവാന്ന് മനസ്സിലായി. അത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു സംഭവം നമുക്ക് സ്കിപ്പ് അടിച്ച് അതിനെ നമുക്ക് എടുത്ത് ഏതെങ്കിലും ഒരു അയലത്തോട്ട് മാറ്റം കിട്ടേക്കാം. ഇനിയാണ് നമ്മുടെ ഈ ഇന്റർവ്യൂവറുടെ ചേച്ചിയെ വെളുപ്പിക്കാനുള്ളൊരു ശ്രമം. ചേച്ചിയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ചേച്ചിയുടെ കയ്യിലൊന്നുമില്ല. ചേച്ചിയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ചേച്ചിയുടെ കയ്യിലൊന്നുമില്ല. ആ ഒരു രീതിയിൽ ഒരു ഐറ്റം ഉണ്ട്, അത് ഇപ്പൊ കാണിച്ചില്ല. ഞെട്ടാൻ സാധ്യതയുണ്ടോ? ഞെട്ടിച്ചോ നിങ്ങൾ? വീഡിയോ കാണുന്നതല്ല എഴുന്നേറ്റ് എല്ലാവരും ഇത് ഞെട്ടാനുള്ള സാധനം എവിടെയെങ്കിലും പിടിച്ചിരുന്നോണം. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തിക്കണം. ചിലപ്പോൾ ഞെട്ടി തെറിച്ച് തലയും തല്ലി വീഴും. ബാക്കിലൊക്കെ കട്ടൊക്കെ ഉണ്ടോ നോക്കണം. എഴുന്നേറ്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ സാധനമാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് ഒന്നുമില്ലേ? ചതിക്കപ്പെട്ടു. ഒന്നുമില്ല ഇതിന്റെ അകത്ത് ഒന്നുമില്ല. വളരെയധികം ചതിക്കപ്പെട്ടു. ഞാൻ പ്രതീക്ഷ എല്ലാം നശിച്ചു. ഞാനിവിടെ 1 ലക്ഷം രൂപ കാണും. ആ 1 ലക്ഷം രൂപയുടെ ഒരു വലിയൊരു സാധനം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്താ. അയ്യേ ഇവ ഏത് മൊണ്ണയാടാ നീ? ഒന്ന് ആലോചിച്ച് നോക്കണം. പാസ്ബുക്കിലൊക്കെ പതിപ്പിക്കുന്ന കാലം മറന്ന ആൾക്കാർ. നീ എവിടെയാ ജീവിക്കുന്നത്, എവിടെയാ താമസിക്കുന്നത്? അതെടുത്ത് വെച്ചിട്ട് ചേച്ചിയുടെ 1 ലക്ഷം രൂപ കാണിക്കാനായിട്ട് പാസ്ബുക്കും ബുക്ക് എടുത്തോണ്ട് വന്ന് കാണിക്കുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം പറയട്ടെ, ഇത്തരത്തിലുള്ള ഹോം ടൂർ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ അത് പെണ്ണുങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അതെന്തുവാ ഇതെന്തുവാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. നീ പോയില്ല മൊണ്ണാണൊക്കെ വളർന്നിരുന്നിട്ട് അയ്യോ അമ്മേ ഇറങ്ങി ആ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടുക. അവർക്ക് എന്നിട്ട് ബാക്ക് ടു നോർമൽ ആക്കാനുള്ള പരിപാടി. എൻ്റെ ദൈവമേ. ഇനി ചേച്ചിയുടെ ആ ഒരു നമ്മുടെ പ്യൂരിഫയറിനെ കുറിച്ച് ചേച്ചി ആ വീടിനെ കുറിച്ചും ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ അത് മനസ്സിൽ തട്ടി ചേച്ചി പറയുന്നതാ. നോക്കാം. പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ? എന്തുവാ വെള്ളം കുടിക്കുന്ന പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന അല്ലേ വാട്ടർ. ഇതൊക്കെ ഇവിടെ വന്നപ്പോ ഉണ്ട്. പിന്നെ ഫാന് അടുക്കള, നമ്മുടെ വീട്ടിലൊന്നും അടുക്കള ഫാനൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്കും എനിക്കൊക്കെ അടുക്കള, ചേച്ചിക്കൊക്കെ അടുക്കളയിൽ നിന്ന് ചൂടെടുക്കണ്ടല്ലോ, ഫാനുണ്ട്. സൂചേട്ടൻ കണ്ടല്ലോ ഫാൻ വരെ അടുക്കള. എന്തോ ഇല്ല അത് ചൂടിന് വേണ്ടി സൂചേട്ടന്റെ വീടല്ലേ ഉണ്ട്. അല്ല അവരെല്ലാം ചെയ്യുന്ന ക്വാളിറ്റി കേട്ടോ. സൂചേട്ടൻ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നല്ലത്. സൂചേട്ടന്റെ വീടല്ലേ. കാറ്റ് ആർക്കുള്ള കാറ്റ് എനിക്കുള്ളൂ, എന്റെ ചേച്ചിക്കുള്ളൂ, എന്റെ അമ്മയ്ക്കുള്ളൂ, എന്റെ അച്ഛനുള്ളൂ. സൂചേട്ടന്റെ വീടല്ലേ. സൂചേട്ടൻ സന്തോഷിക്കുമായിരിക്കും ഞങ്ങൾ കാറ്റ് കൊള്ളുമ്പോഴത്തേക്കിന്. എന്തായാലും ഫിറോസൊക്കെ നിങ്ങൾ വിഷമിക്കണ്ട. ഇവര് വീട് നല്ലതെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ ഇവരുടെ ഒരു പുരോഗമനത്തിന്റെ ചിന്താഗതിയുടെ ഭാഗമായിട്ടും ഇവർ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പോയപ്പോഴത്തേക്കിന് പല കാര്യങ്ങൾ ഇവർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇട്ട് കൊടുത്തൊരു സാധനമായിട്ട് അതേ നമ്മളെ പോലുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങൾ ആ വീട് വെച്ചു കൊടുത്തതിനോട് നിങ്ങൾക്ക് കിട്ടാനുള്ള നിങ്ങൾക്ക് പുണ്യം അവിടെ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർ പറയുന്നതായിട്ട് ബന്ധപ്പെടുത്തണ്ട. പിന്നെ ചേച്ചിയുടെ ഈ മാറ്റി പറയൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അത് തന്നെ ആയിരിക്കും ഇനിയും ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത്.